വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയനും ആനി രാജയും കെ സുരേന്ദ്രനും സ്മൃതി ഇറാനിയും ഒറ്റക്കെട്ടായി വേട്ടയാടുകയാണെന്ന് ജനങ്ങൾ. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നതിനെതിരെ നിരന്തരമായി പിണറായി വിജയനും ആനി രാജയും കെ സുരേന്ദ്രനും ഒരുമിച്ചാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. മോദി ഗുജറാത്തിൽ നിന്ന് യുപിയിലെ വാരണാസിയിൽ മത്സരിക്കുന്നതിനെതിരെ ഒരക്ഷരം പറയാൻ ഇവർക്ക് ധൈര്യമില്ലെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് എതിരെയാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി BJPക്കെതിരെ മത്സരിക്കാനും ധൈര്യമില്ലെന്നും അവർ ആരോപിക്കുന്നു. കേരളം ഒഴികെ മറ്റു സംസ്ഥാനങ്ങളിൽ CPIയും CPMും കോൺഗ്രസുമായി കൈകോർക്കുന്നു. വാളയാർ കടന്നാലും ഈ ഐക്യം കാണാൻ കഴിയുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ പിണറായിയുടെ അഴിമതി ഭരണത്തിനെതിരെ CPI കുടപിടിക്കുകയാണ്. MM മണി ആനി രാജയെ കണക്കിന് അധിക്ഷേപിച്ചപ്പോൾ MM മണിക്കെതിരെ ഒരു വാക്ക് പറയാൻ ആനി രാജയ്ക്കും CPI നേതാക്കൾക്കും കഴിഞ്ഞില്ലെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുപക്ഷം കടന്നാക്രമിക്കുന്ന അത്രയും വോട്ട് കൂടുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. മോദിയും BJP നേതാക്കളും കേരളത്തിലെ CPMും CPIയും രാഹുൽ ഗാന്ധിക്ക് എതിരെയാണ് തിരിയുന്നത്. ഇവർക്കൊക്കെ കോൺഗ്രസ് തകരണമെന്നാണ് ആഗ്രഹമെന്ന് ജനങ്ങൾ കണക്കുകൂട്ടുന്നു. ബത്തേരിയുടെ പേര് മാറ്റുമെന്ന് പറയുന്നത് കൊണ്ട് സുരേന്ദ്രന് 30,000 വോട്ട് കുറയുമെന്നാണ് ബത്തേരിയിലുള്ളവർ പറയുന്നത്. ഗണപതി പട്ടം മാത്രമല്ല, ഇതിനു മുൻപ് ബത്തേരിക്ക് 4 പേരുണ്ടെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ജനവിധിയും കോടതി വിധിയും മാനിക്കാൻ തയ്യാറാവണമെന്ന് കെ ബാബു. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥി M സ്വരാജ് നൽകിയ ഹർജിയാണ് തള്ളിയത്. ഹൈക്കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് കെ ബാബു MLA പറഞ്ഞു. കേസ് കൃത്രിമമായി ഉണ്ടാക്കുകയായിരുന്നു. പോരാടി നേടിയ വിജയം മോശമാക്കി ചിത്രീകരിക്കാൻ LDF ശ്രമിച്ചു. ഇനിയെങ്കിലും അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കണമെന്നും കോടതി വിധിയും ജനങ്ങളുടെ വിധിയും മാനിക്കാൻ ഇടതുമുന്നണിയും അവരുടെ സ്ഥാനാർത്ഥിയും തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളതെന്നും കെ ബാബു പറഞ്ഞു. സത്യവും നീതിയും നടപ്പിലാക്കിയെന്നും ബാബു പറഞ്ഞു. LDF, UDF, NDA മുന്നണികളുടെ ഉറച്ച വോട്ടുകൾ വിധി നിർണ്ണയിക്കാൻ മതിയാവില്ലെന്ന് ജനങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF, LDF, NDAയ്ക്കുള്ള ഉറച്ച വോട്ടുകൾ കൊണ്ട് വിധി നിർണ്ണയിക്കാൻ കഴിയില്ല. നിഷ്പക്ഷമായ വോട്ടുകളാണ് ജയപരാജയം നിർണ്ണയിക്കുക എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ ചാനലുകളുടെ സർവേ ഫലങ്ങൾ പൂർണ്ണമല്ല. അവസാന ദിവസങ്ങളിൽ മാറി മറിയുന്ന നിലപാട് അനുസരിച്ചാണ് വിധി ഉണ്ടാവുക എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കൊലയാളി ബിയാന്ത് സിംഗിൻ്റെ മകൻ ഫരീദ് കോട്ടിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകനും പിന്നീട് കൊലയാളിയുമായ ബിയാന്ത് സിംഗിൻ്റെ മകൻ സർബജ് സിംഗ് ഖൽസ ഫരീദ് കോട്ടിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കേസിലെ 2 പ്രതികളിൽ ഒരാളാണ് ബിയാന്ത് സിംഗ്. 2014 2009 ഇയാൾ ജയവിധി നേടിയിരുന്നു. 2019 ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോൽക്കുകയായിരുന്നു. 1984 ഒക്ടോബറിലാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത്. ബിയാന്ത് സിംഗിനും സത്വന്ത് സിംഗുമായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകർ. ED പിടിമുറുക്കുന്നു. ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് തിങ്കളാഴ്ച ഹാജരാകണം. കരിമണൽ കർത്ത ED നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇതിനു മുൻപ് CMRL ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയിരുന്നതാണ്. ഇവരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എക്സാലോജിക്കിലേക്ക് കടക്കുക. വീണ വിജയനെയും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. 135 കോടിയുടെ അഴിമതി നടന്നെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. മാസപ്പടി വിഷയവുമായി മാത്യു കുഴൽനാടനാണ് ഈ കേസ് തുടങ്ങി വെച്ചത്. അസംബ്ലിയിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയും ജനങ്ങൾ കണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ രക്ഷകനും അന്തകനുമായി ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ദല്ലാൽ നന്ദകുമാർ തിരി കൊളുത്തിവിട്ടത് വിവാദമാകുന്നത് സ്ഥിരം സംഭവമാണ്. ദല്ലാൽ നന്ദകുമാറിനെ വെച്ച് സരിതയെ കൊണ്ട് ജയിലിൽ കിടന്ന് കത്തെഴുതി അതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ കഥകൾ ജനങ്ങൾക്ക് അറിയും. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും ജനങ്ങൾക്ക് അറിയും. MV ഗോവിന്ദൻ്റെ ജാഥാ സമയത്ത് പിണങ്ങി നിന്ന EP ജയരാജൻ ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയ
കഥയും ജനങ്ങൾക്കറിയും. ദല്ലാൾ നന്ദകുമാറിന് ഒരുവിധം ചില രാഷ്ട്രീയ നേതാക്കളുമായി അടുപ്പമുള്ള ബന്ധമാണുള്ളത്. നന്ദകുമാർ അവരെ വെച്ച് മുതലെടുപ്പ് നടത്താൻ നിപുണനാണെന്ന് ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ ചില വിഷയങ്ങൾ എടുത്ത് പുറത്തുവിട്ട് വിവാദമാക്കി അതിൽ ആനന്ദിക്കുകയാണ് ചെയ്യുന്ന വ്യക്തിയാണ് ദല്ലാൾ നന്ദകുമാർ എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇതുപോലെ വട്ടപ്പേരുള്ള അനവധി പേർ കേരളത്തിൽ ഉണ്ടായിരുന്നതുമാണ്. പൊതുജനങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയതുമാണ്. ഇപ്പോൾ അനിൽ ആന്റണിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ 2013 നടന്ന കഥയാണെന്നാണ് പറയുന്നത്. ഇത്രയും കൊല്ലം ഈ സംഭവം ചിതലരിച്ചു കിടന്നത് പൊടി തട്ടിയെടുത്ത് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇവർ. ഇതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുമെന്നാണ് ജനങ്ങൾ പറയുന്നത്.